ഇന്നൊരു ഈസി ടിഫിൻ ബോക്സ് റെസിപ്പി നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ബട്ടർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ്, ഒരു 5-6 ഏലക്കായ, ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ട, ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം റൈസിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, ടിഫിൻ ബോക്സിലേക്ക് മാത്രമായിട്ടല്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പം ഗ്രീൻ പീസ്, കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ബാക്കി കുറച്ച് വെജിറ്റബിൾസ് കയ്യിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ലൈസ് ചെയ്തിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ വെജീസൊക്കെ നന്നായിട്ട് റൈസിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം വേവിച്ചെടുത്താൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് റൈസിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഗരം മസാല, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിടാനില്ലാത്ത ടൈമിലൊക്കെ പെട്ടെന്ന് സ്കൂളിലേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതാ വെള്ളം ഏകദേശം വറ്റി വരുന്ന ടൈമിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിലിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാവിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കണ്ട. താങ്ക്